നീയൊക്കെ മരിച്ച കടക്കാരനാ മക്കളെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഹജ്ജ് നിർബന്ധമായിരുന്നു വാപ്പയ്ക്ക്, മരിച്ചുപോയ കടവ. അതവിടെ കടമായിട്ട് തന്നെ കിടക്കും, അത് കടമായിട്ട് തന്നെ കിടക്കും. വാപ്പാടെ സ്വത്ത് വിഹിതം വെക്കുമ്പോ ആദ്യം കുറച്ച് പൈസ എടുത്ത് മാറ്റി വെക്കണം. വാപ്പായ്ക്ക് ഹജ്ജ് നിർബന്ധമാണെങ്കിൽ ആ ഹജ്ജ് ചെയ്യാനുള്ള പൈസ, ആ ഹജ്ജ് ചെയ്യാനുള്ള പൈസ മാറ്റി വെച്ചിട്ട് വേണം വിഹിതം വെക്കാൻ. ഇനി വിഹിതം വെക്കുന്ന മക്കള് വാപ്പായ്ക്ക് ഹജ്ജിന് പോകാനുള്ള പൈസ മാറ്റി വെച്ചു എന്ന് കരുതുക. ആര് പോകും ഹജ്ജിന്? മക്കൾ ഹജ്ജിന് പോകണമെങ്കിൽ ആദ്യം അവന്റെ ഹജ്ജ് ചെയ്തിട്ടുണ്ടാകണം. വാപ്പാടെ ഉമ്മാടെയും ഹജ്ജ് വീട്ടണമെങ്കിൽ ആദ്യം അവന്റെ ഫർള് വീട്ടണ്ടേ? വീട്ടണോ? നിങ്ങൾ പറ, വീട്ടണോ? ആദ്യം നിന്റെ ഫർള് നീ വീട്ട്, എന്നിട്ടല്ലേ വീട്ടാൻ പറ്റുക. എവിടെ ചെയ്യാനാ? കടവ വാപ്പമാരെ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമുക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഹജ്ജ് ചെയ്ത ഹാജിക്ക് എത്ര പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം? 400 പേരെ. നിന്റെ വീടിന്റെ പറമ്പിൽ കിടക്കണ 5 സെന്റ് വിറ്റാ നിനക്ക് ഹജ്ജിന് പൊക്കൂടെ? ഈ പെണ്ണുങ്ങൾ അലമാരിക്കകത്തും ബാങ്കിലും ലോക്കറിലും പൂഴ്ത്തി വെച്ചിരിക്കുന്നതിന്റെ പകുതി വിറ്റാ പോലെ ഹജ്ജിന് പോകാൻ.